ശാരീരികമായിട്ട് ബന്ധം പുലർത്തിയ ശേഷം ഇവരെ തന്ത്രപരമായിട്ട് അയാൾ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് എത്തിക്കുമായിരുന്നു. അവിടെ വെച്ച് ഗർഭനിരോധന ഗുളിക എന്ന വ്യാജേന സൈനൈഡ് കലർത്തിയ ഗുളിക ഇവർക്ക് കൊടുക്കുകയും ആ KSRTC ബസ് സ്റ്റാൻഡിന്റെ സ്ത്രീകളുടെ ശുചിമുറിയിൽ ചെന്ന് ഇത് കഴിച്ചിട്ട് വരുവാനും ആവശ്യപ്പെട്ടിരുന്നു. അയാൾക്ക് ഉറപ്പായിരുന്നു അത് കഴിക്കുന്ന മാത്രയിൽ തന്നെ ആ പെൺകുട്ടികൾ അവിടെ വീണ് മരിച്ചിട്ടുണ്ടാവുമെന്ന്. കണക്കുകൾ പ്രകാരം ഏതാണ്ട് 21 സ്ത്രീകളെ അയാൾ ഇങ്ങനെ ശാരീരികമായി ഉപയോഗിച്ച ശേഷം കൊലപ്പെടുത്തുകയും അവരുടെ പണ്ടവും പണവും എടുത്തുകൊണ്ട് മുങ്ങുകയുമാണ് ചെയ്തത്. ഇത് മറ്റൊന്നിനെക്കുറിച്ചല്ല പറയുന്ന കണങ്കാവൽ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ റിലീസ് ചിത്രത്തെക്കുറിച്ചാണ്. അതിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന സൈനൈഡ് മോഹൻ എന്ന വ്യക്തി യഥാർത്ഥ ജീവിതത്തിൽ ചെയ്ത പ്രവർത്തികളാണ്. സൈനൈഡ് മോഹൻ്റെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് അറിയാൻ നമ്മുടെ ചാനലിൽ ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ അടിയിലായിട്ട് കാണുന്ന ചെറിയ പ്ലേ ബട്ടണിൽ ഒന്ന് അമർത്തിയാൽ നിങ്ങൾക്ക് അതിൻ്റെ മുഴുവൻ വീഡിയോ കാണാൻ സാധിക്കും.